ഹലോ ഹലോ എവരിവൻ. എന്തായി മെയ് 2 എക്സാം ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ. അതുപോലെ തന്നെ രണ്ടാം ഘട്ടം 16-നാണെന്ന് അറിയാം. ജൂണില് 3-ാം ഘട്ടവും. എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം 10ാം തരം തുല്യതയുമായി ബന്ധപ്പെട്ട ബിവറേജസ്, അതുപോലെ തന്നെ ബിവറേജസിലെ LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSനൊക്കെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൺഫർമേഷനെ കൊടുത്തെന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ് ആനുകാലിക വിവരങ്ങൾ. ഏപ്രിൽ 2026 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളുടെ 3-ാമത്തെ ക്ലാസ് ആണ്. കറണ്ട് അഫേഴ്സ് ബ്ലോക്ക് ബസ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഏപ്രിൽ 2026 2 ക്ലാസ് മനസ്സിലാക്കി. അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവയ്ക്കാനും വിട്ടുപോകരുത്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. വടക്കൻ സിക്കിമിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ്, ഓർത്തിരിക്കണം, ഓപ്പറേഷൻ ഹിമസേതു. അപ്പോൾ ഓപ്പറേഷൻ ഹിമസേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിക്കിമിന്റെ ഭാഗമായിട്ടുള്ള വടക്കൻ സിക്കിമിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു ഉത്തര സിക്കിമില കനത്ത മഞ്ഞുവീഴ്ചയും ഉരുൾപൊട്ടലിനെയും തുടർന്ന് ഒറ്റപ്പെട്ടു പോയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു വലിയ രക്ഷാദൗത്യമാണ്. 2026 ഏപ്രിലാണ് ഈ രക്ഷാദൗത്യം നടന്നത്. അതുകൂടി അറിഞ്ഞിരിക്കണം. ദൗത്യം നയിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ, എക്സാമിന് ഒരു പക്ഷേ ഇങ്ങനെയും ചോദിക്കാം, ഈ ദൗത്യം നയിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ത്രിശക്തി കോർപ്സ് ആണ്. ഈ ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ ഹിമസേതുവിന് നേതൃത്വം നൽകിയത് ത്രിശക്തി കോർപ്സ് ആണ്. ഏകദേശം 1321 വിനോദസഞ്ചാരികളെയും 84 നാട്ടുകാരെയും ഉൾപ്പെടെ 1400-ലധികം ആളുകളെ സൈന്യം എന്ത് ചെയ്യുന്നുണ്ട്? സുരക്ഷിതമായിട്ട് ത്രിശക്തി കോർപ്സ് എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ സുരക്ഷിതമായിട്ട് ഒഴിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ മണ്ണിടിച്ചിലിന് കാരണം? കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തുടർന്നിട്ട് ലാച്ചൻ, ചുങ്താങ് മേഖലകളിൽ ഉണ്ടായ, സിക്കിമിലെ ലാച്ചൻ, ചുങ്താങ് മേഖലകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ഒരു പാലമൊക്കെ തകരുകയൊക്കെ ചെയ്തിരുന്നു. തകർന്ന റോഡുകൾക്ക് മുകളിലൂടെ സഞ്ചരിക്കാനായി സൈന്യം താത്കാലിക നടപ്പാലങ്ങളൊക്കെ നിർമ്മിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും വൈദ്യസഹായവും താമസ സൗകര്യവും നൽകാൻ പ്രത്യേക ക്യാമ്പുകളൊക്കെ സജ്ജീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനുമായി ചേർന്ന് BRO 48 മണിക്കൂർ, ആ 48 മണിക്കൂറിനുള്ളിലാണ് ഈ ദൗത്യം വിജയകരമായിട്ട്, ഓപ്പറേഷൻ ഹിമസേതു എന്ന് പറയുന്ന ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിച്ചത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദേശീയ ജലദിനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദേശീയ ജലദിനം. എന്താണ് ഈ ദേശീയ ജലദിനം? എന്നാണ് ആചരിക്കുന്നത്? അറിയോ നിങ്ങൾക്ക്? ഏപ്രിൽ 14 ഈ ദേശീയ ജലദിനം ആണ്. BR അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 ദേശീയ ജലദിനമായിട്ട് നാഷണൽ വാട്ടർ ഡേ ഏപ്രിൽ 14 നമ്മൾ ഓൾറെഡി ആചരിച്ചു അല്ലേ? ഇന്ത്യയിൽ എല്ലാ വർഷവും ഏപ്രിൽ 14 നാഷണൽ വാട്ടർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അത് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ്. നമുക്കറിയാം, ഭാരതരത്ന ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ദേശീയ ജലദിനമായിട്ട് ഏപ്രിൽ 14 തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ നദീതട പദ്ധതികൾക്കും ജലവിഭവ വികസനത്തിനും ഡോക്ടർ BR അംബേദ്കർ നൽകിയ വലിയ സംഭാവനകളെ മാനിച്ചാണ് 2016 മുതൽ കേന്ദ്ര സർക്കാർ ദേശീയ ജലദിനമായിട്ട് ഏപ്രിൽ 14 2016 മുതൽ ആചരിക്കാൻ തുടങ്ങിയത്. കാരണം ഇന്ത്യയിലെ നദീതട പദ്ധതികൾക്കും ജലവിഭവ വികസനത്തിനും ഡോക്ടർ BR അംബേദ്കർ ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ജലദിനത്തിന്റെ, ദേശീയ ജലദിനം ഏപ്രിൽ 14 ആചരിക്കുന്നതിന്റെ
പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ജലവിഭവ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക. രണ്ടാമത്തത് വെള്ളം പാഴാക്കുന്നത് കുറയ്ക്കുക. മൂന്നാമത്തത് രാജ്യത്തെ ജലപ്രതിസന്ധികൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. ഇത് ദേശീയ ജലദിനമാണ്, ഏപ്രിൽ 14. അത് മറന്നു പോകരുത്. 2016 മുതലാണ് ആചരിക്കുന്നത്. എന്നാൽ വേൾഡ് വാട്ടർ ഡേ ഉണ്ട്, അത് നമുക്ക് അറിയാം അല്ലേ. അതിന് തൊട്ട് മുമ്പത്തെ മാസം മാർച്ച് 22-നാണ് ലോക ജലദിനം നമ്മൾ ആചരിക്കുന്നതെന്ന് അറിയാം. ഓക്കെ അല്ലേ? നമുക്കറിയാം. അടുത്തത് ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക തലസ്ഥാനമായിട്ട് അമരാവതിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് അല്ലേ. നേരത്തെ 3 തലസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ഒറ്റ തലസ്ഥാനമായിട്ട്, ഔദ്യോഗിക തലസ്ഥാനമായിട്ട് അമരാവതിയെ പ്രഖ്യാപിച്ചു. അപ്പോൾ തെലങ്കാനയുടെ ഹൈദരാബാദാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമാണ്. ഓക്കെ അല്ലേ? അടുത്തത് കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അടുത്തയിടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയ, ഓർത്തിരിക്കണം, കമല കലായി 11. എന്താണ് കമലയും കലായി 11? ഇത് 2 വൻകിട ജലവൈദ്യുത പദ്ധതികളാണ്. ഏതൊക്കെയാണ് കലായി 11? കമലയും കലായി 11 കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അടുത്തിടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയ 2 വൻകിട ജലവൈദ്യുത പദ്ധതികളാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം, കമലയും കലായി 11. ഇത് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് കമലയും കലായി 11 നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അരുണാചൽ പ്രദേശിനെ കുറിച്ച് കുറേയധികം വസ്തുതകൾ അറിയാം അല്ലേ? എന്തൊക്കെയാ അറിയുന്ന? ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ, ഉദയസൂര്യന്റെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രകൃതി ഭംഗിയാലും സാംസ്കാരിക വൈവിധ്യത്താലും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്, അതായത് ഉദയസൂര്യന്റെ നാട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അത് ചോദിക്കാറുണ്ട്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം അറിഞ്ഞിരിക്കണം, ഇറ്റാനഗറാണ്. നിങ്ങൾക്കറിയാം, ഇറ്റാനഗറാണ് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം. 1987 ഫെബ്രുവരി 20-നാണ് അരുണാചൽ പ്രദേശ് 1987 ഫെബ്രുവരി 20-നാണ് അരുണാചൽ പ്രദേശ് ഒരു പൂർണ്ണ സംസ്ഥാനമായി മാറുന്നത്. അതിനു മുമ്പ് ഇതിനെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓർത്തിരിക്കണം, അരുണാചൽ പ്രദേശിന് 1987 ഫെബ്രുവരി 20-ന് തൊട്ട് മുമ്പ് വരെ അറിയപ്പെട്ടിരുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ്, NEFA. അരുണാചൽ പ്രദേശിന്റെ അതിർത്തികൾ നിങ്ങൾക്കറിയാം. ഭൂട്ടാൻ, ചൈന, അതേപോലെ അതായത് ചൈനയുടെ തിബറ്റിന്റെ ഭാഗമാണ്. മ്യാൻമാർ എന്നീ രാജ്യങ്ങളുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതുപോലെ തന്നെ ആസാം, നാഗാലാൻഡ് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായും ആഭ്യന്തരമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അരുണാചൽ പ്രദേശിലെ പ്രധാന നദികൾ സിയാങ്. അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നറിയപ്പെടുന്ന പുരുഷ നദിയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പുരുഷ നദിയായ ബ്രഹ്മപുത്ര അല്ലെ, ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നറിയപ്പെടും. അതേപോലെ ലോഹിത്, സുബൻസിരി, കമങ് ഇവയൊക്കെ അരുണാചൽ പ്രദേശിലെ പ്രധാന നദികളാണ്. നിലവിലെ മുഖ്യമന്ത്രി നമുക്കറിയാം പേമാ ഖണ്ഡുവാണ് അല്ലെ. ഗവർണർ കൈവല്യ ത്രിവിക്രം പർനായിക് ആണ്. ആരാണ്? കൈവല്യ ത്രിവിക്രം പർനായിക് ആണ് നിലവിലെ അരുണാചൽ പ്രദേശിന്റെ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഊർജ പദ്ധതിയായ അഞ്ചാവ് ജില്ലയിലാണ് കമലയും കലായിയും നിലവിൽ വരുന്നത്. ലോഹിത് എന്ന് പറയുന്ന നദിക്ക് കുറുകെ 1200 മെഗാവാട്ടിന്റെ കലായി 2 ആണ്. കലായി 2 എന്ന് പറയുന്നത് 11 എന്ന് പറഞ്ഞാൽ കലായി 2 ആണ് ഉദ്ദേശിച്ചത്. കലായി 2 ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര ക്യാബിനറ്റ് 14,105 കോടി രൂപയുടെ നിക്ഷേപമാണ് 2026 ഏപ്രിൽ അംഗീകരിച്ചത്. കമലയും കലായി 2ഉം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരള സംസ്ഥാന സർക്കാർ പുതുതായി നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാണ്. എക്സാമിന് ചോദിക്കാൻ ഡോക്ടർ VP ജോയി ആണ് കേരള സംസ്ഥാന സർക്കാർ പുതുതായി നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. അതുപോലെ തന്നെ
ഇലക്ഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുന്നതിന്റെ അന്ന് തലേന്ന് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായ നിയമിതനായ സിനിമാ നടനും BJP പ്രവർത്തകനും ഒക്കെ ആയ G. കൃഷ്ണകുമാർ ആണല്ലേ. അത് നിങ്ങൾ കേട്ട് കാണും. അടുത്തത്, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന നിർണായക സമാധാന ചർച്ചയ്ക്ക് വേദിയായ നഗരം ഇസ്ലാമാബാദ് ആണല്ലേ. അടുത്തത്, 2026 ഏപ്രിൽ അന്തരിച്ച ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേണൽ സോനം വാങ്ചുക് ആണ്. 2026 ഏപ്രിൽ അന്തരിച്ച ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്നത് കേണൽ സോനം വാങ്ചുകിനെയാണ്. ആരെയാണ്? കേണൽ സോനം വാങ്ചുക്. അപ്പോൾ ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേണൽ സോനം വാങ്ചുക്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെ എന്താ അറിയാടെ? നമ്മൾ കാർഗിൽ യുദ്ധമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. കാർഗിൽ യുദ്ധവീരനും ഭാരത സർക്കാരിന്റെ രണ്ടാമത്തെ ഉയർന്ന സൈനിക ബഹുമതി ഏതാണ്? മഹാവീര ചക്ര. ഈ മഹാവീര ചക്ര ജേതാവൊക്കെയാണ് ആര്? കേണൽ സോനം വാങ്ചുക്. കാർഗിൽ യുദ്ധവീരൻ എന്നറിയപ്പെടുന്നതും കേണൽ സോനം വാങ്ചുക്കിനെയാണ്. ലഡാക്കിന്റെ സിംഹം, ലയൺ ഓഫ് ലഡാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കേണൽ സോനം വാങ്ചുക്. 1999 കാർഗിൽ യുദ്ധത്തിലെ ധീരത നമുക്കറിയാം. ഓപ്പറേഷൻ വിജയ് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധകാലത്ത് ലഡാക്ക് സ്കൗട്ട്സിലെ മേജർ ആയിരുന്ന വ്യക്തിയാണ് സോനം വാങ്ചുക്. അദ്ദേഹമാണ് ബറ്റാലിക് സെക്ടറിലെ ഒരു സംഘത്തെ നയിക്കുന്നത് തന്നെ 1999 ഓപ്പറേഷൻ വിജയുടെ കാർഗിൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ വിജയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ചോർബത്ല ദൗത്യം, സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടി ഉയരത്തിലുള്ള അതീവ ദുർഘടമായ ചോർബത്ല തിരിച്ചുപിടിക്കുന്നതില് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് കേണൽ സോനം വാങ്ചുക്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ശത്രുക്കളുടെ കനത്ത വെടിവെപ്പിനിടയിലും ധീരതയോടെ പോരാടി വിജയം കൈവരിച്ചതിനാണ് കേണൽ സോനം വാങ്ചുക്കിന് മഹാവീര ചക്ര നൽകിയിട്ട് നമ്മുടെ രാജ്യം ആദരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ആ സെക്ടറിൽ 2 സൈനിക പോസ്റ്റുകൾക്ക്, ഈ സെക്ടറാ നമ്മൾ പറഞ്ഞു ലഡാക്കിലെ സ്കൗട്ട്സിലെ മേജർ ആയിരുന്ന വ്യക്തിയാണ് ബറ്റാലിക് സെക്ടറിലാണ് സംഘത്തെ നയിക്കുന്നതെന്ന് പറഞ്ഞു. ആ ബറ്റാലിക് സെക്ടറിലെ 2 സൈനിക പോസ്റ്റിന് സോനം 1 സോനം 2 എന്ന പേരൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അദ്ദേഹം 2026 ഏപ്രിൽ 10 ലഡാക്കിലെ തന്റെ ലേയിലുള്ള വസതിയിൽ വെച്ചിട്ട് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിക്കുന്നത്. മരിക്കുമ്പോൾ 61 വയസ്സായിരുന്നു കേണൽ സോനം വാങ്ചുക്കിന് പ്രായം. ഓക്കെ. അടുത്തത്, 2026 ഏപ്രിൽ വിയറ്റ്നാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടോ ലാം. തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടോ ലാം. 2026 ഏപ്രിലാണ് വിയറ്റ്നാം പ്രസിഡന്റായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ടോലാമിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ വിയറ്റ്നാമിന്റെ നിലവിലെ ഏറ്റവും ശക്തനായ നേതാവാണ് ടോലാം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. 2026 ഏപ്രില് അദ്ദേഹം എന്ത് ചെയ്ത്? വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. വിയറ്റ്നാമിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ 2024 ഓഗസ്റ്റ് മുതൽ അദ്ദേഹം തുടരുകയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി. 2026 ജനുവരിയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വീണ്ടും അദ്ദേഹത്തെ 5 വർഷത്തേക്ക് കൂടി ആ സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 2026 ഏപ്രിൽ 7 നടന്ന നാഷണൽ അസംബ്ലി വോട്ടെടുപ്പിലൂടെയാണ് വിയറ്റ്നാമിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് ആരെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ടോ ലാമിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ അല്ലേ. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്റിനറി സയൻസ് സർവകലാശാലയാണ് വാൻധാര യൂണിവേഴ്സിറ്റി. ഈ വാൻധാര യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്റിനറി സയൻസ് സർവകലാശാലയാണ് ഇത് വാൻധാര യൂണിവേഴ്സിറ്റി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. അവസ്ഥ മറന്നു പോകരുത്. ഓക്കെ അല്ലേ. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പുഷ്പോത്സവം നടക്കുന്നത് ശ്രീനഗറിലാണെന്നറിയാം. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജ ചോദിച്ചു കഴിഞ്ഞാൽ പത്മ വിശ്വനാഥനാണ്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയാണ് പത്മ വിശ്വനാഥൻ. ബ്രസീലിയൻ എഴുത്തുകാരിയായ അനാ പൗലമായുടെ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ്
ബെനീത്ത്. അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസീലിയൻ എഴുത്തുകാരിയായ അനാ പൗലമായുടെ ഓൺ എർത്ത് സിറ്റീസ് ബെനീത്ത് എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് പത്മ വിശ്വനാഥനെ എന്ത് ചെയ്തത്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ചുരുക്കപ്പെട്ടികയിൽ ഇടം നേടാനായിട്ട് ഇടയാക്കിയത്. അപ്പോൾ ബ്രസീലിയൻ എഴുത്തുകാരി അനാ പൗലമായുടെ ഓൺ എർത്ത് സിറ്റീസ് ബെനീത്ത് എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് പത്മ വിശ്വനാഥനെ 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ഷോർട്ട് ലിസ്റ്റില് ഇടം നേടാനായിട്ട് കഴിഞ്ഞത്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പർവ്വതാരോഹണനും അതുപോലെ തന്നെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ അമേരിക്കക്കാരനുമായ വ്യക്തിയാണ് ജിം വിട്ടേക്കർ ആണ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ആരോഹകനാണ്, അതുപോലെ തന്നെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ അമേരിക്കക്കാരനുമാണ് ആര്, ജിം വിട്ടേക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് എക്സാമിന് ചോദിക്കാം ജിം വിട്ടേക്കറെ കുറിച്ച്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്കറിയാം, ഏപ്രിൽ 9 നടന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതുച്ചേരി നിയമസഭയിലേക്കൊക്കെ ഇലക്ഷൻ നടന്നിരുന്നു കേരളത്തോടൊപ്പം അല്ലേ. അപ്പോൾ ആ പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരു റോബോട്ടിനെയൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിന്റെ പേര് നില എന്നാണ്. നില എന്ന റോബോട്ടിനെയാണ് പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാൻ ഉപയോഗിച്ച റോബോട്ട്. അടുത്തത് 2026 ഏപ്രിൽ അന്തരിച്ച വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ അത്ലറ്റ് ആണ് ബോബ് ഹോൾ ആണ്. 2026 അദ്ദേഹം അന്തരിച്ചു. വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അമേരിക്കൻ അത്ലറ്റായ ബോബ് ഹോൾ. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ സിംഗ് ആണ് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ സിംഗ്. ഓക്കെ അല്ലേ? അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചീവീട് എന്ന പ്രാണിയുടെ പേരിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമാണ്. നമ്മൾ അതിന്റെ ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിക്കാഡയാണ്. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചീവീട് എന്ന പ്രാണിയുടെ പേരിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമാണ് സിക്കാഡ. അടുത്തത് ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരിയാണ് ജിൻഷ ഗംഗയാണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരി ജിൻഷ ഗംഗ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഏപ്രിൽ 2026 ആനുകാലികങ്ങളുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന് മനസ്സിലാക്കിയ. ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. നിങ്ങൾക്കിത് നന്നായിട്ട് പ്രയോജനം ചെയ്യും. കണ്ട് കേട്ട് മനസ്സിലാക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.